ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയിലെ മീനും ഞാനും എന്നുള്ള പാഠഭാഗമാണ്. അതിൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസുമാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ചലനചിത്രം. ചിത്രങ്ങളും ഫോട്ടോകളും കാഴ്ചയുടെ ജീവിതത്തിൻ്റെ ഒരു മാത്രയെ മാത്രം പകർത്തി വയ്ക്കുന്നവയാണ്. എന്നാൽ കാഴ്ചകളും ചലനങ്ങളും ഭാവങ്ങളും പൂർണ്ണമായി പകർത്തി അവ നാം നേരിട്ട് കാണുന്നത് പോലെയുള്ള അനുഭവം നൽകുന്ന കലാരൂപമാണ് ചലച്ചിത്രം അഥവാ സിനിമ. ചലച്ചിത്രങ്ങൾ ചലിക്കുന്ന ചിത്രങ്ങളാണ്. അവ സമൂഹത്തിൻ്റെ പ്രതിഫലനങ്ങളുമാണ്. ക്യാമറയുടെ കല എന്നും സിനിമയെ വിശേഷിപ്പിക്കാം. സിനിമ കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉൾച്ചേർന്ന് വളരുന്നു. കുഞ്ഞു മീനുകളെ ആർക്കാണ് ഇഷ്ടമാവാത്തത്? അക്വേറിയം എന്ന് നമ്മൾ വിളിക്കുന്ന ചില്ലുപാത്രങ്ങളിൽ സദാസമയം കുമിളകൾ ഉയരുന്ന വെള്ളത്തിൽ പല വർണ്ണങ്ങളിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞു മീനുകൾ നമ്മുടെ കണ്ണും കരടും കവരുന്നു. ടീച്ചറുടെ സഹായത്തോടെ ഒരു കുഞ്ഞു സിനിമ കാണാം. എന്നിട്ട് ഇതിൻ്റെ ഹ്രസ്വചിത്രത്തിൻ്റെ ദൃശ്യരേഖയെ നമുക്ക് പരിചയപ്പെടാം. അതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. മീനും ഞാനും. ഇറാനിയൻ സംവിധായകനായ ബാബക് ഹബീബിഫ് സംവിധാനം ചെയ്ത ദ ഫിഷ് ആൻഡ് ഐ എന്ന ചെറു സിനിമയുടെ ദൃശ്യരേഖ. സീൻ 1. പകൽ. വീടിനകത്ത് അടുക്കള. വൃത്തിയായി ക്രമീകരിച്ചിരിക്കുന്ന അടുക്കളയിലെ തട്ടിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഒരു അലങ്കാര ചെടിയും ഒരു കണ്ണാടിയും കാണാം. വശത്തായി വച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഒരു ചെറിയ മത്സ്യം നീന്തി തുടിക്കുന്നുണ്ട്. സീൻ 2. മത്സ്യത്തിനെ ഇട്ടിരിക്കുന്ന പാത്രത്തിൻ്റെ ക്ലോസപ്പ് ഷോട്ട്. സീൻ 3. സ്റ്റൗവിൽ വച്ചിരിക്കുന്ന കെറ്റിലിൽ നിന്ന് ഒരു മനുഷ്യൻ ഗ്ലാസ്സിലേക്ക് കാപ്പി പകരുന്നു. അംഗവിക്ഷേപങ്ങളിൽ നിന്ന് അയാൾ കാഴ്ച പരിമിതിയുള്ള ഒരാളാണെന്ന് മനസ്സിലാകും. സീൻ 4. അദ്ദേഹം ചാരി നിന്ന് കാപ്പി കുടിക്കുന്നു. മീനിനെ നിക്ഷേപിച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിന്റെ താഴെ ക്യാമറ ചേർത്ത് വെച്ചാണ് ചിത്രീകരണം. പാത്രത്തിനും വെള്ളത്തിനുമപ്പുറം അയാൾ കാപ്പി കുടിക്കുന്നത് തുടരുന്നു. പാത്രത്തിലെ മീൻ ചലിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ നിൽപ്പ് വലതുഭാഗത്തു നിന്ന് കാപ്പി കുടിക്കുന്ന ദൃശ്യം വീണ്ടും. സീൻ 5. അദ്ദേഹം അടുക്കള സിങ്കിലെ പൈപ്പിൽ നിന്നും ഒരു ജഗ്ഗിലേക്ക് വെള്ളമെടുക്കുന്നു. മീഡിയം ഷോട്ട്. കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാത്ത ഒരാളാണെന്ന് ഈ ഷോട്ടിൽ നിന്നും സുവ്യക്തം. സീൻ 6. അദ്ദേഹം തിരിഞ്ഞ് മീൻ നിക്ഷേപിച്ചിരിക്കുന്ന പാത്രത്തിന് സമീപമുള്ള അലങ്കാര ചെടിക്ക് നേരത്തെ ശേഖരിച്ച പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിക്കുന്നു. കൃത്യമായി ചെടിയിൽ വീഴാൻ അദ്ദേഹം തൻ്റെ ഇടത് കൈ വിരലുകളിലൂടെയാണ് വെള്ളമൊഴിക്കുന്നത്. ക്ലോസപ്പ് ഷോട്ട്. ശേഷം തിരിഞ്ഞു നിന്ന് വെള്ളമൊഴിക്കുന്നത് തുടരുന്നു. അടുത്ത മുറിയിൽ നിന്ന് കേൾക്കുന്ന ഫോൺ ശബ്ദത്തോടെ സീൻ അവസാനിക്കുന്നു. ഫോൺ ശബ്ദം കേട്ട് അയാൾ പെട്ടെന്ന് തിരിയുമ്പോൾ അറിയാതെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന പാത്രം തട്ടി മീനിനെ ഇട്ടിരിക്കുന്ന ചില്ലുപാത്രം താഴേക്ക് വീഴുന്നു. മീഡിയം ക്ലോസ് ഷോട്ട്. സീൻ 7. ചില്ലുപാത്രം താഴേക്ക് വീണുടയുന്നു. ഹൈ ആംഗിൾ ഷോട്ട്. ആ മനുഷ്യന്റെ മുഖം. ക്ലോസപ്പ് ഷോട്ട്. പാത്രം വീണുടഞ്ഞു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ശബ്ദത്തിൽ നിന്നാണെന്നും മീനിന്റെ ജീവൻ അപകടത്തിലാണെന്നും അദ്ദേഹത്തിന്റെ ചകിതഭാവത്തിൽ നിന്ന് വ്യക്തം. സീൻ 8. പാത്രം പൊട്ടി നിലത്ത് വീണ് പിടയുന്ന മീനിന്റെ ദൃശ്യവും അദ്ദേഹത്തിന്റെ ആശങ്ക നിറഞ്ഞ മുഖവും ചിത്രീകരിച്ചിരിക്കുന്ന ഷോട്ടുകൾ ഈ സീനിൽ ഇടകലർന്ന് സന്നിവേശിച്ചിരിക്കുന്നു. മീൻ പിടയുന്ന ദൃശ്യത്തിനൊപ്പം പശ്ചാത്തലത്തിൽ ഫോണിന്റെ ശബ്ദം ഒരു ആംബുലൻസ് സൈറൺ എന്ന പോലെ തുടരുന്നു. സീൻ 9. ഹൈ ആംഗിൾ ഷോട്ട്. അയാൾ നിലത്തിരുന്ന് മീനിനു വേണ്ടി തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ലു കഷ്ണങ്ങൾക്കിടയിൽ പരതുന്നു. ഹൈ ആംഗിൾ ഷോട്ട്. തുടരുന്ന ഫോൺ ശബ്ദം. ഒരു ഫോൺ റിംഗ് ചെയ്തു തീരുന്ന സമയത്തിനുള്ളിൽ സംഭവിക്കുന്നത് എന്ന സമയക്രമം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ജീവന് വേണ്ടി പിടയുന്ന മീൻകുഞ്ഞ്. ക്ലോസപ്പ് ഷോട്ട്. സീൻ 10. താഴെ വീണ മീനിനു വേണ്ടി പരതുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് അത് നിർത്തി മറ്റെന്തോ തിരയുന്നു. ക്യാമറ തറയോട് ചേർത്ത് വെച്ച് അടുത്ത ഷോട്ട്. അടുക്കളയിലെ വെള്ളം വാർന്നു പോകുന്ന പൈപ്പിന്റെ ദ്വാരം അദ്ദേഹം തറയിൽ കൈകൊണ്ട് പരതി കണ്ടുപിടിക്കുന്നു. ക്ലോസപ്പ് ഷോട്ട്. അദ്ദേഹത്തിന്റെ വ്യഗ്രതയാർന്ന മുഖം. ക്ലോസപ്പ് ഷോട്ട്. സീൻ 11. അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ മേൽക്കുപ്പായം തിടുക്കത്തിൽ അഴിച്ച് വെള്ളം പുറത്തേക്ക് പോകുന്ന ആ പൈപ്പിന്റെ ദ്വാരം അടയ്ക്കുന്നു. സീൻ 12. പാത്രം കഴുകുന്ന സിങ്കിലെ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച അയാൾ തുടർച്ചയായി തറയിലേക്ക് ഒഴിക്കുന്നു. മീഡിയം ഷോട്ട്. വെള്ളം തറയിലേക്ക് ഒഴിക്കുന്നത് തുടർച്ചയായി കാണിക്കുമ്പോൾ ക്യാമറ വെള്ളം ഒഴിക്കുന്ന പാത്രത്തിനൊപ്പം മുകളിലേക്കും താഴേക്കുമായി ചലിക്കുന്നുണ്ട്. സീൻ 13. അദ്ദേഹം ഒരു ഇഞ്ചോളം വെള്ളം നിറഞ്ഞ തറയിലിരുന്ന് നിലത്ത് വീണ മീൻകുഞ്ഞിനെ തിരയുന്നു. ടാപ്പിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ. ക്ലോസപ്പ് ഷോട്ട്. സീൻ 14. മത്സ്യക്കുഞ്ഞിനെ കണ്ടെത്താനാവാതെ നിരാശനായി പരതുന്ന ശ്രമം ഉപേക്ഷിച്ചതുപോലെ അദ്ദേഹം നിലത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം. ക്ലോസപ്പ് ഷോട്ട്. പിയാനോ സംഗീതം ആരംഭിക്കുന്നു. സീൻ 15. ലോ ആംഗിൾ ഷോട്ട്. അദ്ദേഹത്തിന്റെ കൈകളുടെ ക്ലോസപ്പ് ദൃശ്യം. കമിഴ്ത്തി വെച്ചിരിക്കുന്ന കൈകൾക്കുള്ളിലേക്ക് ആ മത്സ്യം നീന്തിയെത്തുന്നു. കൂട്ടിലേക്കെത്തുന്ന ഒരു ചെറുപക്ഷിയെ പോലെ. ഫെയ്ഡ് ഔട്ട്.
അപ്പം ഇത്രയാണ് ഈ ദൃശ്യചിത്രത്തിൽ നോക്കാനായിട്ടുള്ളത്. അതായത് നമ്മൾ കണ്ട സിനിമയുടെ, നമുക്കിത് വായിക്കുന്ന സമയത്ത് ഒരു സിനിമ കാണുന്നത് പോലെ നമ്മുടെ കണ്ട സിനിമയുടെ ഓരോ രംഗങ്ങളും നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണാം അല്ലേ. എങ്ങനെയൊക്കെയാണോ ക്യാമറ വെക്കുന്നത്, എന്തൊക്കെയാണോ ഓരോ ഇഞ്ച് പോലും മാറാതെ, ഓരോ നിമിഷത്തിലെ മൂവ്മെൻറ്റ് പോലും മാറാതെയാണ് അല്ലേ നമ്മളുടെ ഈ എഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഷോട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈ ആംഗിൾ ഷോട്ട്, ലോ ആംഗിൾ ഷോട്ട്, ക്ലോസപ്പ് ഷോട്ട്, അങ്ങനെയൊക്കെ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സിനിമയുടെ ദൃശ്യങ്ങളിൽ ചില ഷോട്ടുകളുടെ പേരുകൾ നിങ്ങൾ വായിച്ചല്ലോ, അവയെ പരിചയപ്പെടാം. വൈഡ് ഷോട്ട്, കഥാപാത്രങ്ങളെ മുഴുവനായി ഉൾപ്പെടുത്താനും സംഭവം നടക്കുന്ന സ്ഥലത്തെ പൂർണ്ണമായി ചിത്രീകരിക്കാനും ഉപയോഗിക്കുന്ന ദൃശ്യം. ഫുൾ ഷോട്ട്, സിനിമയിലെ കഥാപാത്രങ്ങളുടെ പൂർണ്ണമായ രൂപം സ്ക്രീനിൽ കാണിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ദൃശ്യം. മീഡിയം ഓർ മിഡ് ഷോട്ട്, കഥാപാത്രങ്ങളുടെ ശരീരഭാഷ കൃത്യമായി കാണിക്കുന്നതിനായി വളരെ ദൂരെയല്ലാതെയും എന്നാൽ വളരെ അടുത്തല്ലാതെയും ചിത്രീകരിക്കുന്ന ദൃശ്യം. ക്ലോസപ്പ് ഷോട്ട്, വസ്തുക്കളെയും കഥാപാത്രങ്ങളെയും വളരെ അടുത്തായി കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ദൃശ്യം. ഹൈ ആംഗിൾ ഷോട്ട്, കഥാപാത്രങ്ങളെയും വസ്തുക്കളെയും മുകളിൽ നിന്നും താഴേക്ക് കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ദൃശ്യം. ഫെയ്ഡ് ഷോട്ട്, ഒരു ദൃശ്യം പെട്ടെന്ന് അവസാനിപ്പിക്കാതെ പതുക്കെ പതുക്കെ ഇരുട്ടിലേക്ക് വന്ന് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ഞാൻ കണ്ട സിനിമ. കാഴ്ചപരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞുമീനും കഥാപാത്രങ്ങളായ ഈ കൊച്ചു സിനിമ നമ്മോട് എന്തെല്ലാം പറയുന്നുണ്ട്? സിനിമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ ചർച്ച ചെയ്യൂ. കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ സിനിമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാഴ്ചപരിമിതിയുള്ള ഒരാളും മീനും തമ്മിലുള്ള ആത്മബന്ധം ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ചില്ലുപാത്രം പൊട്ടുന്നതും അയാൾ മീനിനെ തിരയുന്നതും എല്ലാം കാണുമ്പോൾ കാഴ്ചക്കാരുടെ മനസ്സും അതിനോടൊപ്പം വേദനിക്കും. അവസാന ഭാഗത്ത് അയാളുടെ കൈക്കുള്ളിലേക്ക് മീൻ വരുമ്പോൾ അയാളോടൊപ്പം കാഴ്ചക്കാരും സന്തോഷിക്കും. പല സമയങ്ങളിലായി പല ഷോട്ടുകളായിട്ടാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ കാഴ്ചക്കാർക്ക് ഇതെല്ലാം ഒരേ സമയം നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇത് തന്നെയാണ് സിനിമയുടെ വിജയവും. ഇനി നിങ്ങൾ കണ്ട ഒരു സിനിമയെക്കുറിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയെക്കുറിച്ചാണ് എഴുതുന്നത് കേട്ടോ. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു മികച്ച സിനിമ തന്നെ ആയിരിക്കണം MT രചനയും സംവിധാനവും നിർവഹിച്ച ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിലെ നായകവേഷം. വൃദ്ധ ദമ്പതികളുടെ ജീവിതമാണ് ഈ സിനിമയുടെ ലോകം. എല്ലാവരുടെയും മനസ്സും കണ്ണും നിറയ്ക്കുന്ന ഒരു പടം. 2000-ലെ ഏറ്റവും മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിലൂടെ MT വാസുദേവൻ നായർക്ക് ലഭിച്ചു. ഏതൊരു ജീവിതത്തിൻ്റെയും ക്ലൈമാക്സ് മരണമാണ്. ഒരു ചെറുപുഞ്ചിരിയും അങ്ങനെ തന്നെയാണ്. അതിസുന്ദരമായ ഒരു കുഞ്ഞു ജീവിതത്തെ മരണം വന്ന് തൊടുന്നതുവരെ കഥാപാത്രങ്ങളോടൊപ്പം നമ്മളും സഞ്ചരിക്കുന്നു. സിനിമയിൽ നമ്മൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ജീവിതത്തിൽ നമ്മളും ജീവിക്കുകയോ ചെയ്യുന്ന ഒരു അപാരമായ ക്രാഫ്റ്റ് സാധ്യമാക്കുന്നുണ്ട് MT ഈ സിനിമയിൽ. ഏറെ പ്രിയപ്പെട്ട മരിച്ച ഒരാളുടെ ഹൃദ്യമായ ഓർമ്മ വന്നു തൊടുമ്പോൾ ഒരു ചെറുപുഞ്ചിരി വിടരുന്നത് കാണിച്ചു തന്നുകൊണ്ട് അവസാനിക്കുന്ന സിനിമ അതിൻ്റെ ടൈറ്റിലിനോട് 101% നീതി പുലർത്തുന്നു. ആ പുഞ്ചിരിക്ക് പിന്നിൽ നഷ്ടബോധത്തിന്റെ വേദനയേക്കാൾ ഒന്നിച്ചു ജീവിച്ച കാലത്തിനോടുള്ള ധന്യതയായിരുന്നു മുന്നിട്ടു നിന്നത്. ഏറിയ പങ്കും ഒരു വീടും തൊടിയും മാത്രം കാണിച്ചുകൊണ്ട് ഒരു ജീവിതം ആഴത്തിലും വ്യാപ്തിയിലും വരച്ചു വയ്ക്കാൻ MTക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, സിനിമയ്ക്കൊരു പോസ്റ്റർ. എ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ്. പ്രചരണത്തിനായി ഒരു പോസ്റ്റർ നിർമ്മിക്കൂ. പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ ആദ്യം നിങ്ങളൊരു ബോർഡർ വരച്ചു കൊടുക്കുക. എന്നിട്ട് മനോഹരമായ ചിത്രങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് പോസ്റ്റർ ഭംഗിയാക്കാം. എന്നിട്ട് പോസ്റ്റർ എന്നൊരു തലക്കെട്ട് കൊടുക്കുക. നടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കൊടുക്കാം. ഗവൺമെൻറ് ഹൈസ്കൂൾ കുഴിപ്പുറം. സിനിമ ദ ഫിഷ് ആൻഡ് ഐ. സമയം 22/10/2025 ഉച്ചയ്ക്ക് 1:30. സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. എല്ലാവർക്കും സ്വാഗതം. അവസാനത്തെ ചോദ്യം നോക്കൂ. സിനിമ ചിത്രങ്ങളിലൂടെ സംഘങ്ങളായി തിരിഞ്ഞ് സിനിമയിലെ ദൃശ്യങ്ങൾ ചിത്രങ്ങളാക്കി സിനിമയിലുള്ളതുപോലെ ക്രമപ്പെടുത്തുക. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ കുട്ടികളോടുകൂടെ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ശരി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്